തിരുവനന്തപുരം ജില്ലയിലെ നിർണായക മണ്ഡലമായ നേമത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വം വികസന കുതിപ്പിന്റെ പുതിയൊരു യുഗത്തിന് തുടക്കമിടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബിജെപി പ്രവർത്തകരും അനുഭാവികളും. ഭാരതത്തിന്റെ IT നൈപുണ്യ വികസന മേഖലകളിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു കേന്ദ്രമന്ത്രി നേരിട്ട് ജനവിധി തേടുമ്പോൾ നേമത്ത് വികസനത്തിന്റെ പുതിയൊരു അധ്യായം തുറക്കപ്പെടുമെന്ന് BJP നേതൃത്വം അവകാശപ്പെടുന്നു. നേമത്തെ വോട്ടർമാർക്ക് മുന്നിൽ ഇത്തവണ വെറുമൊരു രാഷ്ട്രീയ പോരാട്ടമല്ല, മറിച്ച് വികസനവും മുരടിപ്പും തമ്മിലുള്ള കൃത്യമായ തിരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്നതെന്ന് BJP കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയുടെ ഭരണ മികവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകളും മണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രവർത്തകർ വിശ്വസിക്കുന്നുണ്ട്. നേമത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും BJP പ്രവർത്തകർക്ക് വലിയ ആവേശമാണുള്ളത്. 2016 O രാജഗോപാലിലൂടെ BJP കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന മണ്ഡലം കൂടിയാണ് നേമം. രാജേട്ടന്റെ ആ വിജയം മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടുവെന്നും എന്നാൽ പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരന്റെ പരാജയം അപ്രതീക്ഷിതമായിരുന്നുവെന്നും പ്രവർത്തകർ വിലയിരുത്തുന്നു. ചെറിയ വോട്ടുകൾക്ക് സംഭവിച്ച അന്നത്തെ ആ പരാജയത്തിന് പകരമായി രാജീവ് ചന്ദ്രശേഖറിലൂടെ നേമം തിരിച്ചുപിടിക്കുമെന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വിജയിക്കുമെന്നുമാണ് BJP നേതൃത്വം ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കുമ്മനം രാജശേഖരൻ നയിച്ച പോരാട്ട വീരം ഉൾക്കൊണ്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ വികസന രാഷ്ട്രീയത്തിന് ജനങ്ങൾ വലിയ പിന്തുണ നൽകുമെന്നും BJP ഉറച്ചു വിശ്വസിക്കുന്നു. നേമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷ റെയിൽവേ വികസനമാണെന്ന് BJP വിലയിരുത്തുന്നു. നേമം റെയിൽവേ ടെർമിനൽ പദ്ധതി ദശകങ്ങളായി ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും എന്നാൽ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയെ എത്തിയതോടെ ഈ പദ്ധതിക്ക് പുതിയ ജീവൻ വെച്ചിരിക്കുകയാണെന്നും BJP അനുകൂലികൾ പറയുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ നേമത്തെ ജനങ്ങൾക്കിടയിലും വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നേമത്തെ ഒരു ലോകോത്തര സാറ്റലൈറ്റ് റെയിൽവേ ടെർമിനലായി വികസിപ്പിക്കുമെന്ന കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടലുകളെ ഫലമാണെന്നും BJP പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ സത്യം തന്നെയാണെന്ന് പറയേണ്ടിയും വരും. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് കുറയുമെന്നുള്ളത് മാത്രമല്ല, നേമത്തെ ഒരു വൻകിട വാണിജ്യ കേന്ദ്രമാക്കി മാറ്റാനും ഈ റെയിൽവേ വികസനം സഹായിക്കുമെന്ന് BJP പ്രവർത്തകർ പറയുന്നു. കൂടുതൽ ട്രെയിനുകൾ നേമത്ത് നിന്ന് സർവീസ് ആരംഭിക്കുന്നതോടെ ആയിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കുമെന്നും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖർ റെയിൽവേക്ക് മുൻഗണന നൽകുന്നതെന്നും BJP നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. യുവതലമുറയ്ക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ളതിലാണ് രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. IT മേഖലയിലെ അദ്ദേഹത്തിന്റെ അറിവും നൈപുണ്യവും ഉപയോഗപ്പെടുത്തി നേമത്ത് പുതിയ സ്റ്റാർട്ടപ്പുകളും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളും ആരംഭിക്കുമെന്ന് BJP കേന്ദ്രങ്ങൾ വോട്ടർമാർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്കിൽ ഇന്ത്യ പദ്ധതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നേമത്തെ യുവാക്കളെ ആഗോള തൊഴിൽ വിപണിയിലേക്ക് പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യമെന്നും BJP അനുകൂലികൾ പറയുന്നു. ഇത് കേവലം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ല, മറിച്ച് അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മുൻപ് പ്രവർത്തിച്ച മേഖലകളിലെല്ലാം തെളിയിച്ച കാര്യമാണെന്നും പ്രവർത്തകർ അടിവരയിട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ കരുത്ത് നേമത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമെന്നും BJP ആവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മണ്ഡലം നേരിടുന്ന വികസന മുരടിപ്പിന് ശാശ്വത പരിഹാരം കാണാൻ രാജീവ് ചന്ദ്രശേഖറിനെ പോലൊരു കരുത്തനായ നേതാവിന് സാധിക്കുമെന്നാണ് BJP കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ നേമത്തെ ഒരു മോഡൽ മണ്ഡലമാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഇതിനോടകം തന്നെ ജനങ്ങൾക്കിടയിലും വലിയ ചർച്ചയായി കഴിഞ്ഞു. നേമത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനമാണ് ഇതിൽ പ്രധാനമെന്ന് പാർട്ടി പ്രവർത്തകരും പറയുന്നു. റോഡുകളുടെ നവീകരണം മുതൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതുവരെ അങ്ങനെ നീളുന്ന സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ അദ്ദേഹത്തിന്റെ പക്കലുണ്ടെന്ന് BJP കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നു. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഡൽഹിയിലുള്ള സ്വാധീനവും ഭരണപരിചയവും നേമത്തിന്റെ മുക്കിലും മൂലയിലും വികസനം എത്തിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുമെന്നാണ് BJP പ്രവർത്തകരുടെ പക്ഷം. അത്തരത്തിലാണ് തങ്ങൾ ഇപ്പോൾ മണ്ഡലത്തിലേക്ക് ഇറങ്ങി പ്രവർത്തനം നടത്തുന്നതെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. കാർഷിക മേഖലയിലെ പുരോഗതിയും അദ്ദേഹത്തിന്റെ അജണ്ടയിലുണ്ടെന്ന് BJP പ്രവർത്തകർ വോട്ടർമാരെ ബോധ്യപ്പെടുത്തുന്നു. നേമത്തെ കർഷകർക്ക് കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യം നേരിട്ട് ലഭ്യമാക്കുവാനും ആധുനിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുവാനും അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ടെന്ന് BJP അനുകൂലികൾ പറയുന്നു. ഇതിനു പുറമെ സ്ത്രീ ശാക്തീകരണം, ആരോഗ്യ മേഖലയിലെ പുരോഗതി എന്നിവയ്ക്കും പ്രത്യേക ഊന്നൽ BJP നൽകുന്നുണ്ട്. മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും മികച്ച ആരോഗ്യ സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനം സാധാരണക്കാരായ വോട്ടർമാരെ BJPയിലേക്ക് അടുപ്പിക്കുമെന്ന് നേതൃത്വം പ്രതീക്ഷിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങൾ കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം അത്യന്താപേക്ഷിതമാണെന്ന് BJP കേന്ദ്രങ്ങളും പറയുന്നുണ്ട്. മോദി ഗ്യാരണ്ടി എന്ന വാക്കിന് ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത രാജീവ് ചന്ദ്രശേഖറിലൂടെ നേമത്ത് ഊട്ടിയുറപ്പിക്കാനും പ്രതിഫലിപ്പിക്കാനുമാണ് BJPയുടെ നീക്കം. പ്രതിപക്ഷ പാർട്ടികളുടെ കുപ്രചരണങ്ങളെ വികസന രാഷ്ട്രീയത്തിലൂടെ നേരിടാനാണ് BJP പ്രധാനമായും ശ്രമിക്കുന്നത്.
നേമത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും ആ മാറ്റത്തിന് നേതൃത്വം നൽകാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി രാജീവ് ചന്ദ്രശേഖർ ആണെന്നും BJP നേതൃത്വം ഉറപ്പിച്ചു പറയുന്നു. രാജഗോപാലിലൂടെ തുടങ്ങിയ വികസന വിപ്ലവം രാജീവ് ചന്ദ്രശേഖറിലൂടെ പൂർത്തിയാക്കാൻ നേമത്തെ ജനങ്ങൾ തയ്യാറാണെന്ന് BJP പ്രവർത്തകരുടെ ആവേശം വ്യക്തമാക്കുന്നുണ്ട്. ശക്തമായ സംഘടനാ സംവിധാനവും ജനകീയനായ സ്ഥാനാർത്ഥിയും ഒന്നിക്കുമ്പോൾ നേമം ഇത്തവണ BJPക്കൊപ്പം നിൽക്കുമെന്ന് BJP പ്രവർത്തകർ ഒന്നാകെ അടിയുറച്ചു തന്നെ വിശ്വസിക്കുന്നു. വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് നേമത്തെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്ന് BJP അനുകൂലികളും പറയുന്നു. ഓരോ വീടുകളിലും എത്തുന്ന വികസന സന്ദേശങ്ങൾ ജനങ്ങൾ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നും BJP ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേമത്ത് താമര വിരിയുമെന്നും രാജീവ് ചന്ദ്രശേഖർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും BJP പ്രവർത്തകർ ആവർത്തിച്ച് പറയുന്നു. ഈ വിജയം നേമത്തിന്റെ മാത്രം വിജയമല്ല, മറിച്ച് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ലഭിക്കുന്ന പുതിയൊരു കരുത്തായിരിക്കുമെന്നാണ് BJP നേതൃത്വത്തിന്റെ നിലപാട്.